നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഞാൻ എന്ന കൂട്ടായ്മ എൻ്റെ വെഹിക്കിൾ എന്ന ഒരു കൂട്ടായ്മയിൽ കയറി യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതം, ഭൗതിക ജീവിതം എന്ന ഒരവസ്ഥ സംജാതമാകുന്നത് എന്നാണ്. ഞാൻ എന്ന ഒരു കൂട്ടായ്മ എൻ്റെ വെഹിക്കിൾ, എൻ്റെ ഒരു വാഹനം എന്നുള്ള, വാഹനം എന്ന് പറഞ്ഞാൽ വെറും വാഹനമല്ല, ഒരു മൾട്ടി ടൂളാണ്. യാത്രയ്ക്കും വേറെ പലതിനും ഒക്കെ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഒരു മഹാവാഹനമാണ്. മഹാവാഹനം എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ച അങ്ങനെ ഒരു കൂട്ടായ്മ. അതെൻ്റെ വാഹനം, ഇത് ഞാൻ. ഈ ഞാൻ എന്ന കൂട്ടായ്മയും വാഹനം എന്ന കൂട്ടായ്മയും ചേർന്നിരിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു അനുഭവം സംജാതമാകും. ഭൗതികം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിതം എന്ന് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. അതിനെയാണ് ഭൗതികം. ഭൂതമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടവസ്ഥയും കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ജീവിതം എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയുന്നത്. എന്നാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ ഈ വാഹനം മാറുന്നതനുസരിച്ച് നമ്മളുടെ വ്യാവഹാരിക പ്രപഞ്ചം, അതാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നതിനെ നമ്മൾ എന്തു പറയും? വ്യാവഹാരികം എന്ന് പറയും. വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ ഇടപഴകാം, വ്യവഹാരം ചെയ്യാം. പരസ്പരം വ്യവഹാരം എന്തൊക്കെയായിട്ടാണ് പരസ്പര വ്യവഹാരത്തിന് സാധ്യതയുള്ളത് എന്ന് നോക്കിയിട്ടാണ് അതതിൻ്റെതായിട്ടുള്ള വ്യാവഹാരിക പ്രവർത്തനങ്ങളാണ് നടത്തണമെന്ന് പറയാം. അല്ലാണ്ട് വ്യാവഹാരികം എന്നൊക്കെ പറയുന്നത് എല്ലാം എപ്പോഴും ഒരവസ്ഥയുമല്ല. എല്ലാം പ്രപഞ്ചത്തിലുള്ളതെല്ലാം താരതമ്യപ്പെടുത്തിയാണ് മനസ്സിലാക്കുക. അതൊക്കെ വളരെ കാലത്തിന് ശേഷം, അടുത്ത കാലത്ത് മോഡേൺ സയൻസിൽ എന്ന് പറഞ്ഞ ഐൻസ്റ്റൈനൊക്കെ റിലേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഋഷിമാര് പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ശരിയായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ നമ്മൾ എപ്പോഴും എന്താണ്, ഈ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് അറിയേണ്ടതിനെ അറിയാതെ പോകുന്നു. അറിയണ്ടാത്തതെല്ലാം അറിയാനുള്ള ശ്രമവും വരുന്നു. അത് നമുക്ക് ഉള്ളൊരു കുഴപ്പമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ്? ഞാൻ എന്ന് പറയുന്നത് ഒരു കേവലത്വമല്ല. ഞാൻ 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 എന്ന് പറയുമ്പോഴും അത് ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഒരു വെഹിക്കിൾ, ഒരു മഹാരഥം എന്ന് പറയുന്നത് പോലെ എല്ലാവിധത്തിലും ഒരു യാത്രയ്ക്കുള്ള ഇത് മാത്രമല്ല, സഞ്ചാരത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ കായികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് മാത്രമല്ല, ആന്തരിക അവയവങ്ങളും ഇതുപോലെ തന്നെയുണ്ട്. എന്താണ്? ലങ്സ്, കരള്, പാങ്ക്രിയാസ്, ബ്രെയിന് എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു മഹാമിഷ്യൻ, ഒരു യന്ത്രം, മഹായന്ത്രം ആണ്. അത് നമ്മളുടെ വാഹനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ചെയ്തത് കാരണം ഒരിക്കൽ അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക്
ആ അതിൻ്റെ ആസ്വാദനങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്നർത്ഥം. അതിനകത്തിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒരു കഥ പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള വിധത്തിലുള്ളൊരു വ്യാഖ്യാനമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ വ്യാവഹാരികത്തിൽ തന്നെ ജീവിക്കുമ്പോൾ, ഈ പ്രാപഞ്ചിക ജീവിതം അനുഭവിക്കുമ്പോൾ നമ്മൾ ഇതിനോട് താരതമ്യപ്പെടുത്തി ഒരു നിയമം ഒരു സ്ഥലത്ത് ബാധകമാണെങ്കിൽ അത് എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു ക്രമീകരിച്ച രീതിയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. മനസ്സിലാണ്ടോ? ഉദാഹരണം, നമ്മൾ വാഹനത്തിൽ കയറിയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരീരമാകുന്ന വാഹനം, ഈ ശരീരം മഹാവാഹനമാണ്. അതിനകത്ത് യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല, അതിനകത്ത് എല്ലാ സംവിധാനവും പണ്ടുള്ള വണ്ടികളിൽ ഉള്ള ഫെസിലിറ്റീസ് ആണോ ഇപ്പോഴുള്ളത്? പണ്ട് നമ്മൾ പുറകിലേക്ക് ഒന്ന് റിവേഴ്സ് എടുത്ത് പോകണമെങ്കിൽ തലയൊക്കെ തിരിച്ചു വളരെ വിഷമിച്ച് പുറകിലുള്ളതെല്ലാം നോക്കിക്കൊണ്ട് വേണമായിരുന്നു. ഇപ്പോൾ വണ്ടി പുറകോട്ടെടുക്കണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണാം പുറകിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പം നമുക്ക് തലതിരിക്കുകയൊന്നും വേണ്ട. നമുക്ക് പണ്ട് വണ്ടിയിലിരിക്കുമ്പോൾ നമ്മൾ ഫോൺ തന്നെ നമുക്ക് വീട്ടിൽ ഈ വച്ചിട്ടുണ്ട്. അത് ഡയൽ ചെയ്യാവുന്ന സംവിധാനത്തിൽ നിന്ന് മൊബൈൽ വന്നപ്പോൾ കൊണ്ടു നടക്കാവുന്നതായി. വണ്ടി ഓടിക്കുമ്പോൾ ഈ മൊബൈൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? ഇപ്പം നമ്മളുടെ വണ്ടികളിൽ എന്താണ്, സ്റ്റിയറിങ്ങിൽ തന്നെ ഒരു ഞെക്കിയാൽ മൊബൈൽ അവിടെ ഇല്ല, മൊബൈൽ സീറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. മൊബൈൽ എന്ന് പറഞ്ഞ ആ സംവിധാനത്തെ നമുക്ക് എടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. നമ്മളുടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇരുന്നു കൊണ്ട് സ്റ്റിയറിങ്ങിൽ ഞെക്കിയാൽ നമുക്ക് സ്പീക്കറിലൂടെ ഇത് കേൾക്കാൻ പറ്റും. എന്താണ്, ആരാണ് വിളിക്കുന്നത്, അവരോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് അപ്പോൾ നമ്മളുടെ കണ്ണും ഒന്നും നമുക്ക് അവിടുന്ന് ചലിപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല. മനസ്സിലാണ്ടോ? അപ്പൊ അങ്ങനെ ഈ വണ്ടിക്കകത്ത് യാത്ര എന്നുള്ളതിന് ഉപരിയായിട്ട് മറ്റ് സംവിധാനങ്ങൾ കൂടി വരിക എന്ന് പറഞ്ഞതുപോലെ എല്ലാ സംവിധാനങ്ങളും അകത്ത് സജ്ജീകരിച്ചിട്ടുള്ള ഒരു മഹാവാഹനമാണ് എന്ത്, ഈ ശരീരം എന്ന് നമ്മൾ കാണുന്നത്. ഈ മഹാവാഹനവും ഇതിനകത്ത് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഞാനും, ആ ഞാനും ഒരു കൂട്ടായ്മയാണ്, വാഹനവും ഒരു കൂട്ടായ്മയാണ്. അസംബ്ലി ചെയ്തെടുത്തതാണെന്നർത്ഥം. വാഹനത്തിന് ഒരു പാർട്ടാണെങ്കിൽ ചലിക്കുകയില്ല, ഒറ്റ പീസാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല, പ്രവർത്തനമില്ല. ആ എത്ര അതിനകത്ത് ഫ്രാക്ഷണൽ യൂണിറ്റുകൾ എത്രയുണ്ടോ അതിൻ്റെ ആ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിന്റെ പ്രവർത്തനശേഷി കൂടിയിരിക്കും. അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എത്ര ഘടകങ്ങളായിട്ട് തിരിച്ചു പ്രവർത്തിക്കുമോ അത്രയും പ്രവർത്തനശേഷി കൂടും. ഘടകങ്ങൾ കുറയുന്തോറും ഇതിന്റെ പ്രവർത്തനശേഷി കുറഞ്ഞു വരും. പക്ഷെ ഉറപ്പ് കൂടിക്കൂടി വരും. മനസ്സിലാണ്ടോ? ഒരു കൈയുടെ കുഴകളും വിരലുകളും ഒക്കെ പ്രവർത്തനശേഷി കൂടണമെങ്കിൽ ഇവിടെ ഒക്കെ ഘടകങ്ങളായിട്ട് തിരിക്കണം. എന്നാലേ, പക്ഷെ ഈ വിരലുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ശക്തി, ഒരു ബലം, ഒരു ഇടി, ഒരു അടി തടുക്കണമെങ്കിലോ ഒക്കെ എന്ത് ചെയ്യണം? ഈ ഒറ്റ പീസായിട്ടിരിക്കുന്ന എല്ലിന്റെ അടുക്ക് ചെല്ലണം. പക്ഷെ ഈ എല്ലിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഇവിടെയുള്ള എല്ലിന് അതുപോലെ പ്രവർത്തനശേഷിയില്ല. അത് ബലമായിട്ട് നിൽക്കും. പക്ഷെ പ്രവർത്തിക്കാൻ ഈ അറ്റമാണ് കൂടുതൽ. പക്ഷെ അതിന് ഈ എല്ലിന്റെ അത്രയും ബലം ഉണ്ടാകില്ല. ഇവിടെ ഇരിക്കുന്ന ആ ഘടക യൂണിറ്റുകളായിട്ട് എണ്ണം കൂടുമ്പോൾ, അപ്പോൾ ഘടകങ്ങൾ ഇല്ലാതെ ഏറ്റവും കൂടുതലായിട്ട് വലിയ ബലമായിട്ട് നിൽക്കുമെങ്കിൽ, അപ്പൊ ബലത്തിന് ബലം വേണം, ഫ്ലെക്സിബിലിറ്റിക്ക് ഫ്ലെക്സിബിലിറ്റിയും വേണം. ഇത് രണ്ടും നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. ടേൺ ആയിട്ട് നിൽക്കുന്നതും ഫ്ലെക്സിബിൾ ആകണതും. മനസ്സിലാണ്ടോ? പക്ഷെ രണ്ടും കൂടി സിങ്ക്രണൈസ് ചെയ്യുമ്പോഴാണ്
നമുക്ക് പ്രവർത്തനക്ഷമത എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവസ്ഥ വേണം. അതിനെ നിയന്ത്രിക്കാൻ ഒരു സ്റ്റെറിഡിറ്റിയുള്ള ഒരു അവസ്ഥയും വേണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് എല്ലാം കൂടി സിങ്ക്രണൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രവർത്തനം ഫലപ്രദമാക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഈ വാഹനം എന്ന് പറയുന്ന അവസ്ഥ മുഴുവൻ ജഡത്വം ഉള്ളതും ഞാൻ എന്ന കൂട്ടായ്മ, മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഞാൻ എന്നുള്ള ആ കൂട്ടായ്മ അത് ഫ്ലെക്സിബിൾ ആയതുമാണ്. അപ്പോൾ ഈ ജീവനുള്ളതാണ്. അപ്പോൾ ജീവനുള്ള അവസ്ഥയിലുള്ളൊരു കൂട്ടായ്മയും ജഡം എന്ന് പറയുന്ന അവസ്ഥയിലുള്ളൊരു കൂട്ടായ്മയും കൂടി സിങ്ക്രണൈസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യാവഹാരിക ജീവിതത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇതിന്റെ വിശദീകരണങ്ങൾ കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.